ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ലൈനിങ് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ പോയിൻ്റെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ടിങ് വീഡിയോ നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോയിൻ്റെല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ലൈനിങ് അടിയിൽ വെച്ച് മുകളിൽ തുണി വെച്ച് ആദ്യം ഇതാക്കിയിട്ട് ആദ്യം പതിച്ചടിക്കുക. ഇത് ഒന്ന് സൈഡ് ഭാഗം ലൈനിങ് തുണിയോട് ജോയിൻ്റ് ആക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് കഴുത്ത് കട്ട് ചെയ്യണ്ട കേട്ടോ. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ഇതായി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം എത്താണ്ടാവും. അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യാതെ, ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നെക്ക് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. രണ്ടാമത്തെ ഭാഗത്തെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ട് അതുപോലെ തന്നെ പതിച്ചടിക്കുക. നന്നായി ഇടർത്തി വെച്ചിട്ട് ചെയ്യണം. ചുളിവൊന്നും ഇതാക്കാതെ ചെയ്യണം കേട്ടോ. അത് ഫാസ്റ്റ് ആക്കുന്നുണ്ടാകുന്ന അങ്ങനെ ഇതുപോലെ തോന്നുന്നത്. ചുളികളൊന്നും നിർത്തി വെച്ചിട്ട് നല്ല ലെവലാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് പോയിൻ്റെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ പോയിൻ്റ് എടുത്തിനല്ലോ കട്ട് ചെയ്യുമ്പോൾ, പോയിൻ്റ് എടുത്തതൊക്കെ രണ്ട് തുണിയിൽ കട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഡാർട്ട് അടിക്കാനുള്ള ഇതാണ് പോയിൻ്റ് വന്നത് കേട്ടോ. രണ്ട് ഭാഗത്തെയും പോയിൻ്റെല്ലാം ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ട് വെച്ചിട്ടില്ലേ, അത് മാർക്ക് ചെയ്തത് നേരെ അടിഭാഗത്തേക്ക് എടുത്തിട്ട് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നാലേ നമുക്ക് ഡാർട്ട് അടിക്കുമ്പോൾ പോയിൻ്റ് തിരിയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ തുണിക്കാണല്ലോ പോയിൻ്റ് ചെയ്തത്, അത് അപ്പുറത്തെ ലൈനിങ്ങിലേക്ക് പോയിൻ്റ് ചെയ്ത് വെക്കുക. പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. ആദ്യം താഴത്തെ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഡാർട്ടില്ലേ, അത് ഫസ്റ്റിൽ ചെയ്യുക. അതിന് 2 അടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല 2 അടി കൊടുത്തിട്ട് അതടിക്കുക. രണ്ട് ഭാഗത്തെ പോയിന്റും ചെയ്യണം. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തെ പോയിന്റും ചെയ്യുക. ലൈനിങ്ങിൽ പോയിന്റ് എടുക്കുക. ആ ഭാഗത്തെ പോയിന്റും ചെയ്യുക. നാല് ടക്കാണ് വരുന്നത് ഇതിന്. അപ്പോൾ ചിലവർ സൈഡ് ഭാഗത്തുള്ള ടക്ക അടിക്കാതിരിക്കും. പക്ഷെ ഞാനിതിന് 4 ടക്കും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടും. കഫ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്തുള്ള അവിടെ 2 സ്റ്റിച്ച് കൊടുക്കണം.
അപ്പോൾ അതിൻ്റെ അടിയുള്ള ഇതിന് 2 സ്റ്റിച്ച് കൊടുക്കുക. തോൽപ്പുയുടെ ഭാഗത്തുള്ള ഇനി സൈഡ് ഭാഗത്തെ വട്ടടിക്കുക. കണ്ടില്ലേ, കഫ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരുന്നത് കണ്ടില്ലേ. കഫ് ഇത്തിരി കുറവ് വേണ്ടവർക്ക് ആ സൈഡിലത്തെ ഡാട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബാക്ക് പാർട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് പതിച്ചടിച്ചു. അതുപോലെ തന്നെ ലൈനിങ്ങിൽ അത് പതിച്ചടിക്കുക. നീറ്റായിട്ട് വെച്ചിട്ട് പതിച്ചടിക്കുക. ലൈനിങ് ബ്ലൗസിന് ലൈനിങ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് ചുളിവൊന്നും വരാത്ത രീതിയിൽ കൈയൊക്കെ വെച്ച് നല്ല ഇതിലായിട്ട് ചെയ്യണം കേട്ടോ. കഴുത്തൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈനിങ്ങിൻ്റെ കഴുത്ത് ആദ്യം വെട്ടരുതെന്ന്. തുണിയുടെ കഴുത്ത് വെട്ടിയില്ലല്ലോ. നീറ്റായിട്ട് വീഡിയോ ലെങ്തായി പോകുന്നുണ്ട്. എന്നാലും ലെങ്ത് തന്നെയാണ്. ലെങ്തായി പോകുന്നത് കൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് സമയമില്ലേ, ഒരു ബ്ലൗസ് അടിക്കുന്ന അത്രയും സമയമാവുമല്ലോ. ലൈനിങ് ബ്ലൗസിന് ഒത്തിരി സമയം വേണമല്ലോ. ഇനി ബാക്കിലത്തെ ഡാട്ട് അടിച്ചു കൊടുക്കുക. അത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കട്ട് ചെയ്യുന്നതും സ്റ്റിച്ചിങ്ങും ഒന്നിച്ചാകുമ്പോൾ ഒരുപാട് സമയമാവും. വീഡിയോ വളരെ ലെങ്തായി പോകും. നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുത്ത് വെട്ടിയ പീസില്ലേ, ആ പീസ് എടുക്കുക. ആ പീസാകുമ്പോൾ നല്ല ലെവലായിട്ട് നമുക്ക് 2 കഷ്ണമായിട്ട് കിട്ടും. 2 ഇഞ്ച് വീതിക്കത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 ഇഞ്ച് വീതിക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗം ഒരു 1 സൈഡ് ചെറുങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ചെറിയ ഒരു ഇതായിട്ട് മടക്കിയെടുക്കുക. ഉള്ളിലേക്ക് ഇതാക്കാതെ ഇതായിട്ട് മടക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് അറിയാലോ, മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കുക. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? എന്നിട്ടത് പത്ത് ഭാഗം വെച്ചിട്ട് ഈ കട്ട് ബെൻഡിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. 2 ഭാഗത്ത് ഇത് നല്ല നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് പീസ് അതിലേക്ക് അടിച്ചു. ആ ഡാട്ട് അടിച്ചെടുത്തൊരു ചെറിയ മടക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഒരു മടക്ക് മതി, ചെറിയ. അത് ഇപ്പുറത്തേക്ക് അടിച്ചു വരുമ്പോൾ നല്ല ഇതിൽ കിട്ടാനായില്ലെങ്കിൽ തുണി കുറഞ്ഞു പോകും. നമ്മൾ എമ്മിങ് ചെയ്യുമ്പോൾ തുണി കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ ചെറിയൊരു ഡോട്ട് ഇത് ശരിക്കിട്ട് കൊടുക്കുക. ഇത് പതിച്ചടിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് ഇപ്പുറം പതിച്ചടിച്ചു കൊടുക്കുക.
ഇത് ഇപ്പുറത്തേക്ക് മടക്കിയിട്ട് എമ്മിങ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇത് നല്ല നീറ്റാക്കി തേച്ച് കൊടുത്തിട്ട് ഒരടിവ് കൊടുക്കുക. അപ്പം നമുക്ക് എമ്മിങ് ചെയ്യാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അത് വയ്യ അയച്ചു കളയാനുള്ള അടിവാണ് കേട്ടോ. എല്ലാം ബ്ലൗസ് അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ സ്റ്റിച്ചിങ് അങ്ങ് അയച്ചു കളയണം കേട്ടോ. ഇത് നമുക്ക് എമ്മിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം അടിക്കുന്നതാണ്. അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ പെർഫെക്റ്റായിട്ട് നിന്നോളും. അപ്പം നമുക്ക് എമ്മിങ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ബാക്ക് പാർട്ടും ലൈനിങ് വെച്ച് റെഡിയായി. ബാക്ക് പാർട്ടിൻ്റെത് മനസ്സിലായി. ഇനി കട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇനി കയ്യും അതുപോലെ ലൈനിങ് വെക്കാം. സ്ലീവിന് ലൈനിങ് കട്ട് ചെയ്ത് അതുപോലെ എല്ലാ ഭാഗവും ക്ലീനാക്കി കൊടുക്കുക. അത് ഒരു ഭാഗം അരിഞ്ച് ഊറ്റിയടിച്ച് കൊടുക്കുക. രണ്ട് കൈയും അതുപോലെ ചെയ്യാം. ഇത് സ്ലീവിന് ബോർഡർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മടക്കി അടിച്ചു കൊടുക്കുക ചെയ്തത്. അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഹെഡ്ബാൻഡിൻ്റെ തുണി ആദ്യം ലൈനിങ് തുണി വെച്ച്, പിന്നെ നമ്മളെ ബ്ലൗസിൻ്റെ തുണി വെച്ച്, പിന്നെ അപ്പുറത്തേക്ക് മറിച്ചിടാനുള്ള ഒരു തുണിയും ബ്ലൗസിൻ്റെ തുണിയിൽ നിന്ന് എടുത്ത് അടിച്ചു. അപ്പോൾ അതാകുമ്പോൾ അടിഭാഗത്ത് നല്ല നീറ്റായിട്ടുണ്ടാവും. പതിച്ചടിച്ചു കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആക്കുന്നത് അല്ലെങ്കിലും വീഡിയോ ഒരുപാട് ഇതായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. രണ്ട് ഭാഗവും പതിച്ചടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് ലെവലാക്കണം. കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുക. രണ്ട് ഭാഗം ഒരുപോലെ വേണം. ഇത്തിരി കുറയാനൊന്നും പാടില്ല. രണ്ട് ഭാഗം ഒരുപോലെ ആയാലേ നമുക്ക് ബ്ലൗസിന് ഇതായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ബ്ലൗസ് അടിക്കുമ്പോൾ അതിൻ്റെ നീറ്റാണ് ഏറ്റവും. ചുരിദാർ പോലെയല്ല ബ്ലൗസ് ഒരു പോയിന്റിന് പോലും നമുക്ക് വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് എന്നിട്ട് രണ്ട് ഭാഗവും വെച്ചിട്ട് കറക്റ്റാണോ എന്ന് നോക്കുക. രണ്ട് ഭാഗവും ഒരുപോലെ ആയിട്ട് ഇരിക്കണം. രണ്ടും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തിട്ട് വൃത്തിക്ക് ആക്കുക. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് ഇനി ഹെഡ്ബാൻഡ് ചെയ്യാം. ഇനി ഹെഡ്ബാൻഡിന് ഫ്രണ്ട് പാർട്ട് പിടിപ്പിക്കാം. അത് ഈ ടക്കടിച്ചിട്ടില്ലേ, വലിയ നിപ്പിൾ പോയിന്റിന് ടക്കടിച്ചിട്ടില്ലേ, അത് മടക്കി കൊടുത്തിട്ട് അടിഭാഗം മടക്കി കൊടുത്തിട്ട് അടിക്കുക. ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൽ
കറക്റ്റായിട്ട് എത്രയാണോ ബാക്കിയുള്ളത് അത് നോക്കിയിട്ട് അപ്പുറത്തെ ഭാഗവും അതിൻ്റെ ബാക്കി ഭാഗം ഒരു ഭാഗത്ത് വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം കട്ട് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തെ ഭാഗം തുടങ്ങുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തെ ഭാഗം തുടങ്ങും. അതേ ഭാഗം വെച്ച് പോകും. ഇങ്ങനെ മടക്കി കൊടുക്കുക. 1.5 ഇഞ്ച് ടക്ക് അടിച്ചിട്ടില്ല, അത് അടിഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. തവണ അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളത് വെച്ച് നോക്കുക, രണ്ട് ഭാഗം കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക. അടിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കണം. ചിലപ്പം ചില ഭാഗം കുറച്ചധികമായിട്ട് വരും. കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. കറക്റ്റാണെങ്കിൽ വീണ്ടും ഒരടി കൂടി കൊടുക്കുക. കട്ട് ബാൻഡിന് 2-3 അടി കൊടുക്കണം, നല്ല ഇതായിട്ട് ഉണ്ടാവുള്ളൂ. വീണ്ടും ഒന്നുകൂടി വെച്ച് നോക്കുക, കറക്റ്റായിട്ടുണ്ട്. ജോയിൻറ്റും തമ്മിൽ കറക്റ്റാണോ എന്ന് നോക്കുക. ആ ജോയിൻറ്റും കറക്റ്റായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ടക്കടിച്ചതും കറക്റ്റായിട്ട് ഉണ്ടാവണം. കണ്ടില്ലേ? കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂക്കും ലിപ്സും വെക്കാനുള്ള പടി തയ്ക്കണം. ഓവർലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതായിരിക്കും. എൻ്റെ ഓവർലോക്ക് മെഷീൻ കേടായി കിടക്കുക. ഈ ഹൂക്കും ലിപ്സും വെക്കാനുള്ള പടി തയ്ക്കുക. നേരിയ തുണിയാണെങ്കിൽ ലൈനിങ് അതിനടിയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് മടക്കുക. വീണ്ടും ചവിട്ടി വീതിക്ക് വെച്ച് കൊടുക്കുക. ഹൂക്കിൻ്റെ ഭാഗം രണ്ടായിട്ട് തുണി മടക്കുക, എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക, പതിച്ചടിച്ചു കൊടുക്കുക. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് അടിക്കുക. മനസ്സിലാവുന്നില്ലേ? കറക്റ്റായിട്ട് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഇത് കറക്റ്റായിട്ട് വരണം കേട്ടോ. ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസ് എടുത്തിട്ട് വണ്ണം അടയാളപ്പെടുത്തുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുക, സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുക. സൈഡിൽ 2-3 അടി കൊടുക്കണം, സ്റ്റിച്ച് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിലാവുള്ളൂ. ഷോൾഡർ ജോയിൻ ചെയ്യുക.
രണ്ടടി അടിച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ അളവ് നോക്കുക. അളവ് ബ്ലൗസ് എടുത്തിട്ട് സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുക. ആംഹോളിൻ്റെ വണ്ണം നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. കണ്ടില്ലേ? സ്ലീവിനും സൈഡ് പോലെ തന്നെ 3-4 സ്റ്റിച്ച് കൊടുക്കണം. എന്നാലേ പിന്നെ ഒന്ന് ലൈനിങ് ലൈനിങ് ആയതുകൊണ്ട് രണ്ടും കൂടി പിടിച്ചടിക്കാൻ ഉള്ളതാണ് അടിക്കുന്നത്. ബാക്കി 3 നമുക്ക് ലൂസ് ആക്കാനുള്ളതും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് നമ്മളെ ആംഹോളിൻ്റെ നമ്മളെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തിട്ടില്ലേ, ആ ജോയിൻറ്റിൻ്റെ എടുക്കുക. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ജോയിൻറ്റും കൂടി വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ചിലവർ ചുരിദാറിൻ്റെ കൈ കയറ്റുമ്പോൾ കൈ റൗണ്ട് ഇതിൽ അടിച്ച് വയ്യേ പിന്നീടേ സൈഡ് കൂട്ടുള്ളൂ. പക്ഷെ അത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നിങ്ങളിങ്ങനെയാണ് ചെയ്യുക. സ്ലീവ് റൗണ്ടിൽ അടിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതെടുക്കുള്ളൂ. അപ്പം നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. മനസ്സിലായിട്ടില്ലേ? സൈഡിൻ്റെ ജോയിൻറ്റിൻ്റെ അടുത്ത് സ്ലീവിൻ്റെ ജോയിൻറ്റും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ജോയിൻറ്റ് കൃത്യമായിട്ട് വെക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ സ്ലീവിന് പോയിൻ്റ് ഇട്ട് കൊടുക്കുമല്ലോ, നടുഭാഗത്ത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ആ പോയിൻ്റ് അവിടെ സ്ലീവിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. അവിടത്തേക്ക് പോയിൻ്റ് കറക്റ്റായിരിക്കണം. രണ്ടാമത്തെ സ്ലീവും ചെയ്യാം നമുക്ക്. ആ ജോയിൻറ്റും കൈയുടെ ജോയിൻറ്റും ബോഡിയുടെ സൈഡിലത്തെ ജോയിൻറ്റും കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് സ്ലീവ് അടിക്കുക. കൈ റൗണ്ട് ചെയ്യുമ്പോൾ സാവധാനത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം
അങ്ങനെ സ്പീഡിലായിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല. സാവകാശം റൗണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ തുണി അവിടെ മടങ്ങി പിടിച്ചു പോകും. അത് പിന്നെ വീണ്ടും പാടായിരിക്കും ഒത്തിരി. അപ്പോൾ അതുകൊണ്ട് സാവകാശം റൗണ്ടിൽ 2 അടി കൊടുത്ത് പിന്നെയും സൈഡിലേക്ക് അങ്ങനെ 3 അടി കൊടുക്കണ്ട, അതാ ഒത്തിരി സമയമായത്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യാനുള്ളത്. നെക്ക് ഞാനിവിടെ 1.25 ഇഞ്ച് വീതിക്കുള്ള ഇതാണ് ചെയ്യുന്നത്. നെക്കിന് ഇത് എമ്മിങ് ചെയ്യാനുള്ള 1.25 ഇഞ്ച് വീതിക്ക് തുണിയെടുത്ത് 1 സൈഡ് മടക്കി അടിച്ചു കൊടുത്തിട്ടാണ് അത് വെക്കുന്നത്. അത് കഴുത്തിൻ്റെ അതേപോലെ റൗണ്ടിൽ തന്നെ മുറിച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടാണ് വെക്കുന്നത്. ആദ്യം ബാക്ക് സൈഡ് വെച്ചു, പിന്നെ ഫ്രണ്ട് സൈഡ് വെക്കുന്നു. കഴുത്തിൻ്റെ അതേ റൗണ്ടിൽ വെച്ചിട്ട് ഇതിൽ ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അവിടെ 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ക്രോസ് പീസ് എടുത്തിട്ട് റൗണ്ട് വരുന്ന ഭാഗത്ത് 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത്തിരി പ്രായമുള്ളവർക്കാണെങ്കിൽ നമ്മൾ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യുക. ഇത് ഒത്തിരി 1/4 ഇഞ്ച് വീതിക്ക് ഞാൻ തുണി എടുത്തിട്ടാണ് 1 സൈഡ് മടക്കി അടിച്ചു കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നല്ല വൃത്തി ഉണ്ടാവും. കഴുത്തും നെക്കുമൊക്കെ സാവകാശം ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ചുളുക്ക് വീഴാൻ പറ്റില്ലല്ലോ. നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണ്ടേ, അപ്പോൾ അത് സാവകാശം ചെയ്യാനേ പറ്റുള്ളൂ. ബ്ലൗസൊക്കെ ഞങ്ങൾ നല്ല നീറ്റിലാണ് ചെയ്യാറ്. എല്ലാവർക്കും അത് സ്റ്റിച്ച് ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇവിടെയെല്ലാം കട്ടിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ ചെയ്യാനുള്ള തുണി ഇപ്പോഴത്തേക്ക് നന്നായിട്ട് മറിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പം പതിച്ചടിക്കുമ്പോൾ എന്നാലേ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പം അതിന് കട്ടിട്ട് കൊടുക്കുക. റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ കട്ടിട്ട് കൊടുക്കുക. കട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത അവിടുത്തെ വരെ മാത്രമേ വരാൻ പാടുള്ളൂ. അതിനപ്പുറം സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് പോകും. ഇനി ഇത് പതിച്ചടിച്ചു കൊടുക്കുക. അവിടെ 2 ബാക്ക് ഭാഗത്തെ കഴുത്തിന് നെക്കിൻ്റെ തുണിയും ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ തുണിയും ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ജോയിൻ ചെയ്യണം. അത് ഇവിടെ ജോയിൻ ചെയ്യുക, 2 ഭാഗവും ജോയിൻ ചെയ്യണം.
നെക്ക് പൈപ്പിംഗ് ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് പൈപ്പിംഗ് ആണ് ഇഷ്ടം, ചിലവർക്ക് എമ്മിങ് ആണ് ഇഷ്ടം. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും. മനസ്സിലായില്ല എല്ലാവർക്കും? നെക്ക് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്തെങ്കിൽ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി ബ്ലൗസ് എമ്മിങ് ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ കഴുത്ത് എമ്മിങ് ചെയ്യണം. പിന്നെ ഹൂക്കും ലിപ്സും കെട്ടണം. ബ്ലൗസിന് എമ്മിങ് ഉണ്ടല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നന്നായി കഫുമൊക്കെ ഉണ്ട്, എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.